ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഹൈ മെട്രോ. പിന്നെ റൂമിൽ ഒരു വഹ ഇരിപ്പില്ലടാ. ആകപ്പാടുള്ളത് 2 സബോളയും പിന്നെ ഉണങ്ങി പറിച്ചിരിക്കുന്ന 3-4 പച്ചമുളക് മാത്രമാണ്. അതുകൊണ്ട് എത്രയെന്ന് പറഞ്ഞാടാ മോനെ വെളിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പേടിക്കണ്ട, എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഇരിപ്പുണ്ട്. ലിസ്റ്റ് ഇതിൽ വന്നിട്ടു തക്കാളി, സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുക്കുംബർ, ഏതെങ്കിലും 2 പച്ചമുളക്, ഏതെങ്കിലും 2 പച്ചക്കറി, ഏതെങ്കിലും 2 ഫ്രൂട്ട്, വെള്ളത്തിൻ്റെ ടിൻ, പിന്നെ സ്നാക്സ് ഇമ്പോർട്ടൻ്റ് ആണ് മോനെ. രാവിലെ എഴുന്നേറ്റപ്പം ഉച്ചയ്ക്ക് 12:15 മണിയായി മോനെ. അടി കേട്ടാതെ പോയാണ് ഇപ്പം. അപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കി കഴിക്കാം മോനെ, അതായിരിക്കും നല്ലത്. ഞെക്കം മറന്നുപോയി മോനെ. തുള്ളി ഇഞ്ചി. ഇതെന്താണ്? ഇതാണോ ഇഞ്ചി അതാണോ ഇഞ്ചി? 2 ഇഞ്ചിയാണെന്ന് തോന്നുന്നു. ഇതെടുക്കാം. കുറച്ച് ബീൻസ് എടുക്കാം, 2 ക്യാരറ്റും കൂടെ എടുക്കാം. ചടാ, എല്ലാം മേടിച്ചുകൊണ്ട് വന്നു മോനെ. മിക്സറും ഉണ്ട്. നമുക്ക് ആദ്യം ഇതിപ്പോൾ കഴുകി വെച്ചിട്ട് കലാപരിപാടികൾ ഈ കുക്കറിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യാം. മോനെ ഇത് ഫുള്ള് കഴുകി വെച്ചു. ഇനി നമുക്കിതെല്ലാം കൂടെ അരിഞ്ഞ് വെക്കാം. ഓക്കെ, അരിഞ്ഞ് വെച്ചിട്ട് വരാം. ഓക്കെ, ചടാ, സെറ്റാക്കി മോനെ. എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചു. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, ബീൻസ്, തക്കാളി, മല്ലിയില, പിന്നെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് മോനെ, ബദാം, പിന്നെ സവാള. ഓക്കെ, വെറും അരമണിക്കൂർ എടുത്തതേ ഉള്ളൂടാ. കല്യാണരാമൻ്റെ അതൊരു സീനങ്ങ് വെച്ച് അരമണിക്കൂർ കൊണ്ട് കണ്ട് തീർത്ത് അരിഞ്ഞങ്ങ് വെച്ചു. നമുക്കിനി ബാക്കി പരിപാടി തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് കുക്കർ. എൻ്റെ പൊന്നു മോനെ, ഇത് ലാസ്റ്റ് ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം കണ്ടാണ് ഞാൻ കുക്കർ അവസാനമായിട്ട് ഉപയോഗിച്ചത്. നോക്കാതെ എടുത്ത് വെച്ചതാ മോനെ. ഇതിൻ്റെ അകത്ത് മുഴുവനും ചുക്കിലിയാണേ. ഒന്ന് കഴുകട്ടെ മോനെ. ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു. ആ നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ പ്രത്യേകിച്ച് കടുകിരിപ്പുണ്ട്. പിന്നെ മറ്റേ സംഭവം ഇരിപ്പുണ്ട്. എന്ത് പറയുന്നത് ഇതിൻ്റെ പേര്? എനിക്ക് എപ്പോഴും ഇതിൻ്റെ പേര് മറന്നു പോകുമ്പോൾ. ഇതിൻ്റെ പേര് എന്ത് വരുന്നത്? ജീരകവും കടുകും കൂടെ ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കിടാം. ഓക്കെടാ മോനെ, ഇപ്പോൾ ജീരകം ഇട്ടു. ഇനി നെക്സ്റ്റ് ബദാം ഇടാം മോനെ. ഓക്കെ, സെറ്റ്. ബദാം ഇട്ടു മോനെ. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിവിടെ കിടന്ന് വഴകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സബോള ഇടാമേ. സബോള മോനെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ മോനെ, ഇത്ര ഇട്ടതേ ഉള്ളൂ. ഇപ്പൊ തന്നെ എന്ത് കിടില മണമാടാ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോ ഇപ്പൊ എന്ത് വാരി ഇവിടുന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുമല്ലോടാ. നെക്സ്റ്റ് സവാള. അഹങ്കാരമായി പോകും മോനെ. ഫോൺ മാറ്റി വെച്ചിട്ടാ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിർത്തി വീഴും. വെയിറ്റ്. സബോള ഗോൾഡൻ ബ്രൗൺ കളർ ആയിടാ. ഇനി അടുത്ത് നമുക്ക് തക്കാളി ഇടാം. ഇത് കുറച്ചൊന്ന് ഇളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതിലിടാം. എൻ്റെ പൊന്നു മോനെ, കുഴപ്പമില്ല, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ മോനെ. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിപ്പോയി, പക്ഷെ സീനില്ല. പിന്നെ ലേശം കുരുമുളക് പൊടി. പിന്നെ അങ്ങോട്ട് ബാക്കി അങ്ങ് വിടണം മോനെ. നെക്സ്റ്റ് ക്യാരറ്റ്, ബീൻസ്. ഓക്കെടാ, അപ്പം ഇനി ഇട്ട സാധനങ്ങളൊക്കെ വഴണ്ടി വന്നു. നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ലാസ്റ്റായിട്ട് അരിയും കൂടെ ഇട്ട് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടിച്ച് 2 വിസിൽ അടിക്കുമ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് റെഡി. എന്നാൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ മോനെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കുക്കർ അടച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഒരു 2 വിസിൽ വരെ മാറി നിൽക്കുക എന്ന് മാത്രമേ ഉള്ളൂ മോനെ. ശരിയായി വരുമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആവുമായിരിക്കും. ശരിടാ, എന്നാൽ പിന്നെ വിസിലടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം.
ഐശ്വര്യത്തിന്റെ സൈറൻ മുടങ്ങിയതുപോലുണ്ട് മോനെ. എത്ര നേരത്തെ കഷ്ടപ്പാടാടാ. ശരിയായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ആയി കാണുമായിരിക്കും. മോനെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല മോനെ, സൂപ്പർ സാധനം മോനെ, ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ സമയം കളയാൻ എന്തെങ്കിലും കഴിക്കട്ടടാ. അപ്പൊ ശരി മോനെ, എന്നാ നാളെ കാണാം. ഇതും കുറച്ച് തൈരും കൂടെ കൂട്ടി. ഒരു കാര്യം മറന്ന്, മല്ലിയില ഇട്ടില്ല. മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ ശരി മോനെ, നാളെ കാണാമേ. ചാ. താങ്ക് യു മോനെ, താങ്ക് യു.